ഹലോ ഗൈസ്, പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ബോർഡിൽ കണ്ടപോലെ വയനാട് ഫ്ലവർ ഷോ കൽപ്പറ്റ ബൈപ്പാസിൽ ആരംഭിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ വയനാട് ദുരന്തത്തിന് ശേഷം കംപ്ലീറ്റ് വയനാട്ടിലെ എല്ലാ മേഖലയും കംപ്ലീറ്റ് ഔട്ടായി കിടക്കുകയാണ്. അപ്പോൾ ഈ ഫ്ലവർ ഷോ മുഖേന ഇനിയിപ്പം അടുത്ത മാസം പൂപ്പലി വരുന്നുണ്ട് അമ്പലവയലിൽ. ഇപ്പോൾ കൽപ്പറ്റ ഫ്ലവർ ഷോ ഇപ്പോൾ വയനാടിനെ വീണ്ടെടുക്കാനുള്ള ഒരു പ്രചോദനമായിട്ട് മാറട്ടെ. കൂടാതെ 50,000 സ്ക്വയർ ഫീറ്റിൽ ഒരുപാട് പൂവുകളുണ്ട് കേട്ടോ. നമുക്ക് പ്രദർശനമായിട്ടുണ്ട്, നമുക്ക് വിപണന മേളയുണ്ട്, സ്റ്റാളുകളുണ്ട്. അതിൻ്റെ അപ്പുറം നമുക്ക് ചെടികൾ വാങ്ങാൻ പറ്റും, കണ്ട് ആസ്വദിക്കാൻ പറ്റും, ഒരുപാട് പേര് ഫോട്ടോ എടുക്കാൻ പറ്റും, ഒരുപാട് സ്റ്റാളുകൾ. പിന്നെ കൂടാതെ കച്ചവടക്കാർ അവരവരുടെ സ്റ്റാളുകളെല്ലാം ഉൾക്കൊള്ളിച്ചിട്ട്. അപ്പോൾ കാണാത്തവരൊക്കെ കൽപ്പറ്റ വരിക. ഡിസംബർ 31 വരെയാണ് നടത്തുന്നത്. സ്നേഹ ഇവൻറ്റ്സ് എന്നുള്ള ഒരു കമ്പനിയാണ് നടത്തുന്നത്. അപ്പോൾ വയനാടിനെ വീണ്ടെടുക്കാനുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും വിസിറ്റ് ചെയ്യുക. ഓക്കെ, അടിപൊളി, എന്താ പറയുക, ഭയങ്കരമായിട്ടുള്ള ഒരുപാട് സിസ്റ്റത്തിൽ ഇവിടെ അണിയിച്ചൊരുക്കിയിട്ടുണ്ട് ഇവിടെ ഫ്ലവേഴ്സ്. ഇപ്പോൾ സുഹൃത്തുക്കളെ, ഫോട്ടോ എടുക്കുവാനും പിന്നെ ഫാമിലി ആയിട്ട് വരാനും പറ്റിയൊരു സ്ഥലം കേട്ടോ. പിന്നെ കൂടാതെ രാത്രി കാഴ്ചകളാട്ടോ അതിമനോഹരമാകുക. നമ്മൾ വൈകുന്നേരം ഷൂട്ട് ചെയ്താണ്. ഇതിലും ഭംഗിയുണ്ടാവും രാത്രിയാണ് കൂടുതൽ ആളുകൾ ഇവിടെ വിസിറ്റ് ചെയ്യുള്ളൂ. ഇപ്പോൾ ഒരുപാട് കൗണ്ടറുകളുണ്ട്, ഐസ്ക്രീം, പോപ്കോൺ മുതലായവകളുണ്ട്. പിന്നെ ഫ്ലവേഴ്സ് ചെടികൾ വിൽക്കുന്നതുണ്ട്. അങ്ങനെ എല്ലാം അടിപൊളി മനോഹരമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഈ പ്രാവശ്യം സ്നേഹ ഇവൻറ്റ്സാണ് നടത്തുന്നത് 4 വർഷമായിട്ട്. ഇനി നമുക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ കുട്ടികളുടെ പാർക്കുകൾ, കുട്ടികൾ കളിക്കാനുള്ള സ്ഥലങ്ങൾ, പിന്നെ ഊഞ്ഞാൽ, അങ്ങനെയുള്ള, പിന്നെ മരണക്കിണർ, ഒരുപാട് അങ്ങനെ സംഭവങ്ങളുണ്ട്. ഇത് നഴ്സറി, നമുക്ക് വിത്തുകൾ വാങ്ങാം ചെടിയുടേത്. അതിൻ്റെ അപ്പുറം പച്ചക്കറി കൃഷി ചെയ്യാൻ ആവശ്യമായ സാധനങ്ങൾ. പാലക്കാടുകാരുടെ സ്റ്റാളത്. ഇപ്പം വെറൈറ്റി സംഭവങ്ങളുണ്ട്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എല്ലാം റീസണബിൾ പ്രൈസിനാട്ടോ. പിന്നെ ഏറ്റവും നല്ലതായിട്ട് തോന്നുന്നത് വായനയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് വളരെ വില കുറച്ചിട്ട് 50%, 60%-ത്തിലൊക്കെ ഇവിടെ ഓഫർ കൊടുക്കുന്നുണ്ട് MRPയിൽ. അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഓരോ സ്റ്റാളുണ്ട്. അപ്പം മാക്സിമം ആൾക്കാർ ഇവിടെ വരുമ്പോൾ ഇവിടെയൊക്കെ യൂസ് ചെയ്യുക, സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക. പിന്നെ നമ്മുടെ പഴയകാലം ഓർമ്മിപ്പിക്കുന്ന മിഠായികൾ, നമുക്കറിയാം, നമ്മൾ 80s 90s എല്ലാം ജനിച്ച ആൾക്കാർക്ക് ഒരുപാട് നമ്മൾ വാങ്ങി കഴിച്ചിരുന്ന മിഠായികളുള്ള അതിനായിട്ടുള്ളൊരു സ്റ്റാളുണ്ട്. അപ്പോൾ 20 രൂപയാണ് ഏതെടുത്താലും. എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഇവിടെ. ഈ സ്റ്റാളിൽ വെറൈറ്റി ആയിട്ട് തോന്നി. അപ്പോൾ ഇവിടെയൊക്കെ വരുമ്പം ഇവിടുന്ന് എന്തെങ്കിലും വാങ്ങുക, പ്രോത്സാഹിപ്പിക്കുക. പിന്നെ ഇങ്ങോട്ട് മൊത്തത്തിൽ ഓരോ സ്റ്റാളിന് കേട്ടോ, പലവിധ ഐറ്റംസ് വെച്ചിട്ട് പല സ്റ്റാളുകളായിട്ട്. പിന്നെ എല്ലാം വില കുറവാട്ടോ, നമുക്ക് വാങ്ങാൻ പറ്റുന്ന വിലയേ ഉള്ളൂ. റീസണബിളായിട്ടുള്ള പ്രൈസിലാണ് കൊടുക്കുന്ന എല്ലാ ഷോപ്പിലും. അങ്ങനെ നമ്മൾ ആദ്യം ഫ്ലവർ കണ്ട്, പിന്നെ സ്റ്റാളുകൾ കണ്ട്, അത് കഴിഞ്ഞ് ഇതിൻ്റെ അപ്പുറത്താട്ടോ നമുക്ക് വേണ്ടി, അപ്പുറത്ത് നമുക്ക് കുട്ടികൾ കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ കോഴിക്കോടൻ ഹൽവയാണിത്. എല്ലാതരം ഹൽവ ഉണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ പാലക്കാടൻ എന്തായാലും പേരെന്താ പറയുക, പനം കരിപ്പട്ടി. പിന്നെ ഫാൻസി ലേഡീസ് ഐറ്റംസ് എല്ലാം കൂടുതലുണ്ട് കേട്ടോ. പിന്നെ 5 ചെടിച്ചട്ടി 100, 3 മുറം 100, അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ ഓരോ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. വിത്ത് ഫാമിലിയാണ് വന്നത്. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. കച്ചവടക്കാരൊക്കെ പ്രോത്സാഹിപ്പിക്കുക. നമുക്ക് ആവശ്യമുള്ള സാധനമാണെങ്കിൽ നമുക്ക് വാങ്ങാം, വില കുറവുണ്ട്. ഓക്കെ, പിന്നെ ഡ്രസ്സ് മെറ്റീരിയൽസ്, ബനിയൻ ക്ലോത്ത് കാര്യങ്ങൾ. പിന്നെ നമുക്ക് സ്പർശം പാലിയേറ്റീവിൻ്റെ ഒക്കെ പെടങ്ങോടുള്ള, അപ്പോൾ അവരെ കൗണ്ടറുണ്ട്. അപ്പോൾ മാക്സിമം ആൾക്കാർ ഇവിടെ വരുമ്പോൾ അവരെ ഇതിലേക്ക് നമ്മൾ സംഭാവന കൊടുക്കുക. പിന്നെ ചെരുപ്പൊക്കെ വമ്പൻ ഓഫർ കൊടുക്കുന്നു. 200-250 രൂപക്കൊക്കെ ചെരുപ്പ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫുഡ് കോർട്ടാണ് ഇതിൻ്റെ അപ്പുറത്തോ. നമുക്ക് പിന്നെ ലാസ്റ്റ് ഫുഡ് കോർട്ടാണ്. ഫുഡ് കോർട്ടിൽ നമുക്ക് ഗോബി മഞ്ചൂരിയൻ, പിന്നെ സ്നാക്സ് കാര്യങ്ങളെല്ലാം ഒരുപാട് സംഭവങ്ങൾ ഇവിടെ. പിന്നെ നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ള ഒരുപാട് നല്ല സ്പേസ് ഉണ്ട്, നല്ല ക്ലീനാണ്.
ഓക്കെ. അപ്പോൾ ഡിസംബർ 31 വരെ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് നീട്ടുന്ന പിന്നെ ചായ ഇതാ തിളക്കുന്നത്. അടിപൊളി ചായ. നമ്മൾ ചായ കുടിച്ച് വിടുന്നു. സൂപ്പറായിട്ടുണ്ട്. ഓക്കെ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ചായ എല്ലാം കുടിച്ച് നമ്മൾ പുറത്തിറങ്ങിയിട്ടോ. അപ്പോൾ പുറത്തിറങ്ങുന്നതിൻ്റെ ആ കൗണ്ടറിലാണ്, അവിടെയാണ് നമുക്ക് ഇതുള്ളത്, കുട്ടികൾക്ക് കളിക്കാനുള്ളതും പിന്നെ യന്ത്രഞ്ഞാലും മരണക്കിടറൊക്കെ. ഇപ്പോൾ ഇവിടെ ഒരു ഇതുണ്ട്, നമുക്ക് ബോൾ തരും. ഒരു ബോൾ 30 രൂപ കൊടുത്തിട്ട് വാങ്ങിയിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് ഈ ഗ്ലാസ് എന്താക്കുക, താഴേക്ക് തള്ളിയിടുക. അപ്പോൾ ഇയാൾ എറിഞ്ഞ് ഒന്നും വീണില്ല, അപ്പോൾ നമുക്ക് സമ്മാനം കിട്ടുമായിരിക്കും. അതേപോലെ ഇവിടെയും ഇതൊക്കെ ഒരു ഗെയിം തന്നെ കേട്ടോ. 6 ബോളിന് 40 രൂപ അങ്ങനെയൊക്കെ ആയിട്ട്. ഇപ്പോൾ ഇവിടെ മകൾ വാങ്ങിയിട്ടുണ്ട് 6 ബോൾ. അപ്പോൾ അവരെന്താക്കുക, 6 ബോൾ ഇടുക, എന്നിട്ട് അത് നോക്കിയിട്ട് അതിലെത്ര പ്ലസ് ആവുന്നത് നോക്കിയിട്ട് അതിനുള്ള ഗിഫ്റ്റ് സമ്മാനം കിട്ടുന്നതായിരിക്കും. 40 രൂപയാണ് കൊടുത്തത്. ഓക്കെ. അപ്പോൾ അവളത് കഴിഞ്ഞ് അവളത് ടോട്ടൽ എത്രയാണ് വന്നതെന്ന് അറിയില്ല, എന്നാൽ അവർക്കൊരു സമ്മാനം കിട്ടിയിട്ടുണ്ട്. ഇതാണ് സമ്മാനം കേട്ടോ. അപ്പോൾ തകൃതിയെ നടക്കുന്നുണ്ട് ജോളി ഗെയിം. 5 റിങ് എറിഞ്ഞിട്ട് എല്ലാം നമ്മൾ റിങ് വെക്കുന്നത്. അതൊക്കെ എല്ലാ ഉത്സവ സ്ഥലത്തും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. ഓക്കെ. അപ്പോൾ അവിടെയും ഇങ്ങനെ തിരക്ക് കൂടി വരുന്നുണ്ട്. പിന്നെ ഉള്ളത് ഇങ്ങോട്ട് യന്ത്ര ഊഞ്ഞാൽ ആദ്യം, പിന്നെ മരണക്കിണറുണ്ട് അങ്ങോട്ട്. അങ്ങനെയുള്ള ഗെയിംസുകൾ ഒരുപാടുണ്ട് കേട്ടോ, സംഭവങ്ങൾ. അങ്ങനെ ഒരുപാട് കാലമായിട്ടോ യന്ത്രൂഞ്ഞാൽ കയറി. അപ്പോൾ യന്ത്രൂഞ്ഞാലിലൊന്ന് കയറി അതിമനോഹരമായിരിക്കുന്നു. 100 രൂപയാണ് യന്ത്രൂഞ്ഞാൽ കയറാൻ ചാർജ്. അപ്പോൾ കാണാത്തവരൊക്കെ കൽപ്പറ്റ ബൈപ്പാസിലേക്ക് വരിക. ഫ്ലവർ ഷോയിൽ വൈകുന്നേരം ടൈമിങ്ങിൽ വന്നാൽ മതിട്ടോ, രാത്രി സമയത്ത്. ഓക്കെ, അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ വാച്ച് ചെയ്തതിന് ഒരുപാട് നന്ദി. കേരളത്തിലെ ഏറ്റവും വലിയ ഫ്ലവർ ഷോ എന്നാണ് പരസ്യം, പക്ഷേ കേരളത്തിൽ ഏറ്റവും വലുതായിട്ട് തോന്നിയിട്ടൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, അടിപൊളി.